ഇവിടെ നമുക്കൊരു KSRTC ബസ്സിലെ ഈ ഭക്ഷണശാലയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന കാര്യം നമ്മുടെ KSRTC ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു KSRTC ബസ് സ്റ്റേഷനാണ്. ചേട്ടാ, ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതാണ് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. കുഴപ്പമില്ല, എപ്പോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറാം. ഫ്രീ ആയിട്ട് അല്ലേ? എത്ര വണ്ടികൾ ഓടിക്കുന്നുണ്ട്? വണ്ടികൾ KSRTCയുടെ സഹായത്തോടുകൂടിയും അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളുടെ ബസ്സുകളെല്ലാം. അപ്പൊ ഭക്ഷണശാലയിലെ ആളുകളെ എത്തിക്കുന്നത് ഈ വണ്ടിയിലാണ്? അതെ, ഭക്ഷണശാല മാത്രമല്ല, അങ്ങോട്ട് വരുന്നതും പോകുന്നതും ഒക്കെ ഈ വണ്ടികളിലാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മിറ്റി അവിടെ ഉണ്ട്. അവർ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് ബസ്സിന്റെ നമ്പറിൽ കയറിയാൽ മതി. ആ നമ്പർ അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് കാപ്പിടിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട്. ഇതുവഴിയാണ് പ്രധാന എൻട്രൻസ് ഈ KSRTCയുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ. എന്തായാലും നന്നായി. അപ്പൊ ഈ വണ്ടി തിരിച്ചുണ്ടാക്കുകയും ചെയ്യും? പിന്നെ തീർച്ചയായിട്ടും കയറ്റിക്കൊണ്ട് വന്നാൽ ഇറക്കി കൊണ്ടുപോകും. ഓക്കെ സന്തോഷം. അപ്പൊ നന്നായി. നിങ്ങളൊക്കെ വണ്ടി വന്നാണോ? ഓക്കെ, കുട്ടികളൊക്കെ വണ്ടി വന്നാണോ? ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. അതൊരു നല്ല കാര്യമാണ്. കുറെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ ബെറ്ററാണ്. ഭയങ്കര ബ്ലോക്ക് ഉള്ള ഒരു സമയമാണ്. പക്ഷെ ആ സമയത്തും ഈ കേരളത്തിലെ മുഴുവൻ ആൾക്കാരോട് വന്നിട്ടും ഒരു തിരക്കുമില്ല, എല്ലാവർക്കും സംവിധാനമാണ് ഓക്കെ, സന്തോഷം. താങ്ക് യു. അപ്പൊ വളരെ സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളൊക്കെ എന്താ നിൽക്കുന്നേ? ഇന്നലെ ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു കുട്ടികളുടെ. ഞങ്ങൾ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോയിൽ നിന്നാണ്. ഇരിങ്ങാലക്കുട. അപ്പൊ പ്രൈസ് കിട്ടിയോ? എ ഗ്രേഡ് കിട്ടി. അപ്പൊ കൺഗ്രാജുലേഷൻ. ഇന്ന് 3 മണിക്ക് ദേശഭക്തി ഗാനം. ഇന്ന് 3 മണിക്ക് ദേശഭക്തി ഗാനം അടുത്തുണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാണും. ഓക്കെ, കാണണം. ഓക്കെ, താങ്ക് യു. അപ്പൊ അതാണ് കളി. കുട്ടികളൊക്കെ വളരെ ഊർജ്ജസ്വലരാണ്. അത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അതാ വളരെ നല്ല തിരക്ക് പിടിച്ച ഒരു ഇടനാഴിയാണിത്. അപ്പൊ ഇതിലെ നടക്കുമ്പോൾ ഒരുപാട് ആളുകളെ കാണുന്നു.